എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കണ്ണൂർ ബേക്കറികളിൽ നിന്നും തട്ടുകടയിൽ നിന്നൊക്കെ രുചിയോടെ വാങ്ങിക്കഴിക്കുന്ന നല്ലൊരു മാൽപ്പൂരിൻ്റെ റെസിപ്പിയാണ്. വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വൈകുന്നേരത്തെ ചായക്കൊപ്പം രുചിയോടെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഈ ഒരു മാൽപ്പൂരി. സൈഡ് നല്ല ക്രിസ്പിയും നടുഭാഗം നല്ല സോഫ്റ്റും ആയിട്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേഗം തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ നല്ലൊരു മാൽപ്പൂരി റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര പാനി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാര ഇതിന് കറക്റ്റ് മധുരമാണ്. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പ് ഓൺ ചെയ്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കാം. തിളച്ച് ആ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായാൽ മാത്രം മതി. ഒരുപാട് അങ്ങ് തിളച്ച് വറ്റി കുറുകേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒന്ന് തിളച്ച് പഞ്ചസാരയൊക്കെ ഇതുപോലെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ഇനി ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 ടേബിൾ സ്പൂണോളം തൈര് ഇട്ട് കൊടുക്കാം. തൈര് എടുക്കുന്ന സമയത്ത് ഒട്ടും പുളിയില്ലാത്ത നല്ല കട്ട തൈര് നോക്കിയിട്ട് എടുക്കുക. പുളിക്ക് കൂടിക്കഴിഞ്ഞാൽ ഈ ഒരു സ്നാക്കിന് പുളീൻ്റെ ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഒട്ടും പുളിയില്ലാതെ നല്ല കട്ട തൈര് നോക്കിയിട്ട് തന്നെ എടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഒരു പിഞ്ച് ഉപ്പ്, 1 ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഏലക്കാപ്പൊടി നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിന് അളന്നിട്ടാണ് കേട്ടോ ഞാൻ മൈദപ്പൊടി എടുത്തിന്. അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കിയ ആ ഒരു പഞ്ചസാര സിറപ്പ് ഉണ്ടല്ലോ, അതിപ്പോൾ നല്ലതുപോലെ ചൂടെല്ലാം പോയിട്ടുണ്ട്. അത് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു പഞ്ചസാര സിറപ്പ് മുഴുവനും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബാറ്ററിന് കണക്കായിട്ടുള്ള സിറപ്പാണ് റെഡിയാക്കിയത്. അപ്പോൾ ആദ്യം തന്നെ ഒന്നിച്ചങ്ങ് ഒഴിക്കണ്ട, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുത്താൽ മതി. ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. ദോശൻ്റെലും ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു ബാറ്റർ റെഡിയാക്കുന്നത്. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. ഒരുപാട് ലൂസും അല്ല ഒരുപാട് ടൈറ്റും അല്ല, ആ ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കിയിട്ട് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. ഇനി നമുക്കിതൊരു 20 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് വെക്കാം. അതിനുശേഷമാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. അങ്ങനെ ബാറ്റർ നമ്മൾ അടച്ച് വെച്ചിട്ട് 20 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാൽപ്പൂരി ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഒരുപാട് ഓയിലൊന്നും വേണ്ട, ഈ ഒരു രീതിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് എണ്ണയിൽ മുങ്ങി ഫ്രൈ ചെയ്യാനുള്ളതല്ല. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓയിലൊന്ന് ചൂടായി എന്ന് കാണുമ്പോൾ ഓരോ കയ്യിൽ വീതം നമ്മൾ റെഡിയാക്കിയ ബാറ്റർ ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് മുരിഞ്ഞ് ആര് വരാൻ തുടങ്ങും. ആ ഒരു സമയത്ത് ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് എണ്ണ തളിച്ച് കൊടുക്കാം. നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അടിഭാഗമൊക്കെ റെഡിയാകുന്ന ആ ഒരു സമയം കൊണ്ട് ഈ മുകൾ ഭാഗവും കൂടി ഒന്ന് വെന്ത് വരണം. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ എണ്ണ മുകളിൽ ആക്കി കൊടുക്കുന്നത്. ആ ഒരു എണ്ണ ഒഴിക്കുന്ന എണ്ണൻ്റെ ചൂട് കൊണ്ടാണ് ഈ ഒരു മുകൾ ഭാഗം റെഡിയായി കിട്ടുന്നത്. പിന്നെ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് എണ്ണ നല്ല ചൂടിലായിരിക്കണം. പിന്നെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്നങ്ങ് കരിഞ്ഞു പോകും, വെന്ത് കിട്ടൂല. അതുകൊണ്ട് അടിഭാഗം ചെറിയൊരു കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയം കൊണ്ട് മുകൾ ഭാഗം ഇതുപോലെ കുറച്ചായിട്ട് എണ്ണ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി ഒഴിച്ച് ആ ഒരു മുകൾ ഭാഗവും കൂടി വെന്ത് വരണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ
സൈഡും അടിയൊക്കെ ചെറിയൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഞെക്കിയിട്ട് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് കളയാട്ടോ. കുറച്ച് ഓയിലിയാണ്, എന്നാലും ഇതുപോലെ എടുത്തതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഞെക്കി അതിൻ്റെ എണ്ണയെല്ലാം കളഞ്ഞതിന് ശേഷം ടിഷ്യൂ പേപ്പറിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണയൊക്കെ അങ്ങ് പോയി കിട്ടിക്കോളും. എന്നിട്ട് ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ ചുട്ടെടുക്കുക. സൈഡ് നല്ല മൊരിഞ്ഞ് ആര് വന്ന് ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു മാൽപ്പൂരി ഉണ്ടാവുക. അപ്പോൾ എല്ലാം ഇതുപോലെ ചുട്ടെടുക്കുക. അങ്ങനെ ഞാനിതാ എല്ലാം ചുട്ടെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ്. വൈകുന്നേരത്തെ ചായക്കൊപ്പം ഇതൊരെണ്ണം മതി കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. സൈഡൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റുമാണ്. അതുപോലെ സൈഡൊക്കെ നല്ല ആരെല്ലാം വന്നിട്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു അപ്പം കഴിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.